ഈ സർക്കാർ ശബരിമലയോട് കാണിച്ചിട്ടുള്ള ഈ എല്ലാ നീക്കങ്ങളും, ശബരിമലക്കെതിരെ നടത്തിയ എല്ലാ നീക്കങ്ങളും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സർക്കാർ പറയേണ്ടത്. സുപ്രീം കോടതിയിൽ ഇപ്പോഴും സത്യവാങ്മൂലം കിടക്കുകയാണല്ലോ. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ, യുവതീ പ്രവേശനത്തിൻ്റെ കാലഘട്ടത്തിൽ ശബരിമലയ്ക്കും ശബരിമലയെ ബന്ധപ്പെട്ട ആളുകൾക്കും അയ്യപ്പ വിശ്വാസികൾക്കുമെതിരായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും കൂട്ടരും നടത്തിയിട്ടുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള പ്രചരണമുണ്ട്. ആ പ്രചരണമൊന്നും തെറ്റായിപ്പോയി എന്ന് അവർ പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ അയ്യപ്പ വിശ്വാസികൾ നടത്തിയ സമരമുണ്ട്. സ്ത്രീകളടക്കം നാമജപ ഘോഷയാത്ര നടത്തിയിട്ടുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കെതിരായിട്ട് ഈ ഗവൺമെൻറ് എടുത്ത കേസുണ്ട്. ഒരു കേസ് പോലും പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് തിരുത്തലുണ്ടായിട്ടുള്ളത്. തിരുത്തലുണ്ടായിട്ടില്ല. ഒരു തിരുത്തലും CPM-ൻ്റെ ഭാഗത്തുണ്ടല്ലോ. ഇപ്പം CPM അതിൻ്റെ നിൽക്കുകയാണ്. ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ പോലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കണ്ട് എന്തായിരുന്നു ഗവൺമെൻറ് നിലപാടെന്നുള്ളതിന് വ്യക്തമായ ഉത്തരവില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ തിരുത്തുന്നില്ല, സർക്കാർ നാടകം കളിക്കുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ്. ശബരിമല വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാട് കൊണ്ട് ലക്ഷക്കണക്കിന് വന്ന അയ്യപ്പ വിശ്വാസികൾ CPM-നോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് കാണിച്ചാൽ തിരിച്ചു കിട്ടില്ല. അപ്പോൾ CPM-ൻ്റെ ആത്മാർത്ഥത ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് CPM വീണ്ടും ബോധ്യമാവും.